മാരകാസുഖങ്ങൾ പണമുള്ളവൻ്റെ കുത്തക. അവൻ കരിച്ചതും പൊരിച്ചതേ കയറ്റും. പോട്ട് ഇവർ പെണ്ണിനെ ഇടും. മനസ്സിലാക്കണം, ബ്രേസർ എന്നൊരു വസ്തു ഈ പെണ്ണുങ്ങളിടത്തില്ല. ഈ പുതിയ തലമുറ ഒരു ഉണക്ക പാൻറ്റും ഒരു ഉണക്ക ഇത് വിട്ടിട്ട് ഇതിങ്ങനെ കുരുക്കി ഇങ്ങനെ നടന്ന് ചട്ടിയും പോണിട്ടിരുന്ന വലിയ ആളാണെന്നാണ് ചിന്തിക്കുന്നത്. ഇവന്മാരും അതേപോലെ നിൽക്കിടത്തില്ല. ഒരു പെരുമുട എടുത്തിട്ട് ഒരു ഉൾപ്പെടെ ഞാൻ വലിയ ആളാണെന്ന്. സായിപ്പ് വേറെ. മനസ്സിലായോ? അന്നും ജീവിതത്തിൽ ക്ലച്ചുള്ള ഒരേ ഒരു വ്യക്തികളായിരുന്നു സാധാരണപ്പെട്ടവർ. പിന്നെ അറബികൾ. മനസ്സിലായോ? അറബികളാട്ടി ഇവരിപ്പോഴും പോന്നു. ഇപ്പോൾ ഇതേപോലെ ചട്ടിയും പ്രേസറും ഇടാതെ ഉമ്പിക്കിടന്ന് രാമര പിടിച്ച് മയിലൊന്നി കെട്ടിത്തൂക്കും, ചാട്ടവർണ്ണടിക്കും. അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല. സായിപ്പിനതൊന്നും വിഷയമില്ല. കാരണം സായിപ്പൻ എന്താണെന്ന് പറയുന്നത്, സായിപ്പൻ ആരെയും പിടിച്ച് ഉമ്മ വയ്ക്കാം, ആരെ എന്തും ചെയ്യാം. കാരണം അവരുടെ രീതി അതാ. ഏറ്റവും കൂടുതൽ പേടിച്ചോറി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒറ്റ ഒരു രാജ്യമേ അത് അമേരിക്കയാണ്. എല്ലാവരുടെ വീട്ടിലും തോക്കുണ്ട്. ഇതാ ഏറ്റവും കൂടുതൽ തങ്ങൾ പിടിച്ചു പോകും. കാരണം അവർക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്കറിയാത്തൊരു കാര്യമുണ്ട്. അവരെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും കറുത്തവനോ വെളുത്തവനോ മുണ്ടെടുത്തോ മുണ്ടെടുത്തില്ലയോ അങ്ങനെയൊന്നുമില്ല. അമേരിക്ക വരുന്ന ഏതവനും നമ്മളെ സ്വന്തം മനുഷ്യരാണ്. ഒരു വ്യക്തി നമ്മളെ ആക്രമിക്കരുത്. അതിനാണ് വെടിവെക്കുക. എല്ലാ വീട്ടിലും 1-2 തോക്കുണ്ട്. മനസ്സിലായോ? നമ്മൾ തന്നെ സർക്കാർ കണ്ടില്ലേ, വടിയും തോക്കും ബോംബും ജലപീരങ്കെല്ലാം ഉള്ളത് സർക്കാരിനേ ഉള്ളൂ. പോലീസ് വകുപ്പുകൾ, പട്ടാളം തോക്കും കോപ്പുമുണ്ട്. അതേപോലെയാണ് അമേരിക്കയിൽ എല്ലാവരും കൊടുത്തതെന്തോ അവർക്ക് പേടിയാണ്. ഈ ലോകത്ത് 100-250 രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തെ എല്ലാ വ്യക്തിക്കും അവർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവിടെ ജീവിക്കുക. പക്ഷേ അവർക്ക് പേടിയാണ്. തങ്ങളി നമ്മളെ ആക്രമിക്കുന്നു ഒരിക്കൽ. അതിന് തങ്ങളി വെടിക്കുള്ള ഓർഡർ അവിടെ കൊടുത്തായിരുന്നു. അതുപോലെ ഇന്ത്യ കൊടുത്തായിരുന്നെങ്കിൽ മലയാളികളെ സകല ഇന്ന് നമ്മളെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടന്ന സകല താഴെയെല്ലാം നമ്മൾ വെടിച്ചു വന്നതാണ്. നമുക്ക് തോക്കം തരാത്തത് അവരെ ഭാഗ്യം. ഇതേപോലെ കുത്തിരുന്ന് ഈ മെഷീനൊക്കെ ഇടുന്ന പണിയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എമ്മണ്ടേ കമ്മ്യൂണിസ്റ്റുകാരെ വെടിച്ചു തന്നെ. ചുമ്മാതെ കള്ള താളിയിലൊക്കെ നമ്മൾ വോട്ട് കൊടുത്തിട്ട് ഒരു ഉപയോഗമില്ല. ഇന്ന് പറഞ്ഞതുപോലെ പേടിച്ചോറിയിൽ സായിപ്പന്മാരും മലയാളിക്ക് പഠിക്കണം. മലയാളിക്ക് എന്തോ മലയാളമായിരുന്നു ഞാൻ സർക്കാരിന് ജവാനും OPOC. അപ്പോൾ SK കേരള ഇന്ത്യ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അടിച്ചത് എന്തോത്തെ ഏതാ വേട്ടകളെ മരുന്ന് 400 രൂപയായി. 100 രൂപയുടെ മരുന്ന് വിലയാവും. പറയൊന്നും പറയേണ്ട, എല്ലാം അതിലടിച്ച് സർക്കാരാണ് ഏറ്റവും വലുത്. സർക്കാരിന് വേണ്ടി മദ്യം എത്തിച്ചുകൊണ്ടിരിക്കുക. ആര് ഭരിച്ചാലും ശരി, അതാണ് എൻ്റെ വലുത്. അവർക്ക് പരമാവധി ടാക്സ് അടയ്ക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യുക എന്ന് ഞങ്ങളെല്ലാം കുടിക്കാനല്ല പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മദ്യം വയ്ക്കുക, അഥവാ മദ്യപിച്ചാൽ വെള്ളം കൂട്ടി അടിക്കുക.